Today, we start the last chapter of ELT, Block 2, Unit 3, Evaluation Strategies. Evaluation Strategies. So, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇവാലുവേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് 2 മാർക്സിനും 5 മാർക്സിനും ധാരാളം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടെയാണ് ഇവാലുവേഷൻ സ്ട്രാറ്റജീസ്. So first question, what are the different assessment purpose in English language teaching? Provide a brief explanation for each. English language teaching le different assessment purpose ഏതൊക്കെയാണ് അതിനെക്കുറിച്ചൊരു explanation കൊടുക്കുക. The primary purpose of assessment in ELT are to evaluate students' language proficiency, monitor their progress and provide feedback to both students and teachers. Various purposes of assessment are diagnostic assessment, formative assessment, summative assessment, placement assessment, proficiency assessment and high stakes assessment. നമുക്ക് ഇത് ഒരു essay ആയിട്ട് ചോദിക്കാം, 5 marks question ആയിട്ടും ചോദിക്കാം. 5 marks question ആയിട്ട് ചോദിച്ചാൽ ജസ്റ്റ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എന്താണ്, ഫോർമേറ്റീവ് അസസ്മെന്റ് എന്താണ്, അത് മാത്രം കൊടുക്കുക. അതല്ല essay ആയിട്ട് ചോദിക്കാമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതി പോകണം. ഓക്കെ, ഫസ്റ്റ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ELT is to evaluate students' language proficiency. We want to evaluate students' language proficiency. We want to monitor their progress. We want to provide feedback to both students and the teachers. And it includes various assessment tests. And first is the diagnostic assessment. Diagnostic assessment is conducted at the beginning of the course to assess students' language proficiency level and identify their strengths and weakness. Students in the proficiency level അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാൻ പറ്റുന്ന, ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുമെങ്കിൽ അവരെന്ത് ടെസ്റ്റ് നടത്തുന്നത് നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. അതുവഴി നമ്മുടെ ലെവൽ ഓഫ് ലാംഗ്വേജ് എന്താണെന്ന് അറിയാൻ പറ്റുന്നു. നമ്മൾ ബിഗിനർ ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, അതോ അഡ്വാൻസ്ഡ് ലെവൽ ആണോ എന്ന് അസസ് ചെയ്യാൻ സാധിക്കും. ദ പർപ്പസ് ഓഫ് ദിസ് അസസ്മെന്റ് ഈസ് ടു പ്രൊവൈഡ് ടീച്ചർ വിത്ത് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഈച്ച് സ്റ്റുഡൻസ് കറന്റ് ലെവൽ of language proficiency and to use this information to design appropriate learning activities. So അങ്ങനെ സ്റ്റുഡൻസിൻ്റെ ആ ഒരു പ്രൊഫഷൻസി അറിഞ്ഞതിന് ശേഷം, ഡയഗ്നൈസ് ചെയ്ത് സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രെങ്ത് ഏതാണ്, വീക്ക്നെസ് ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകളും അതുപോലെ മെറ്റീരിയൽസും അപ്രോപ്രിയേറ്റ് ലേണിംഗ് ആക്ടിവിറ്റീസും കുട്ടിക്ക് നൽകാൻ സാധിക്കുന്നു. That is what is called a diagnostic assessment. It is conducted at the beginning of the test. Here the teacher can identify the strength and weakness of the student, thereby inculcate or to appropriately design the curriculum activities to the student. Second is the formative assessment. Formative assessment is conducted throughout the course to monitor students' progress and provide feedback to both students and teachers. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു കോഴ്സിന്റെ ത്രൂ ഔട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ വി ക്യാൻ പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. The purpose is to identify areas where students need further instruction and support to help students improve their language skills and assist teachers in adjusting their teaching methods to meet their needs of the students better. സോ ഫോർമേറ്റീവ് അസസ്മെന്റ് വഴി എന്തിനു സാധിക്കുന്നു, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ത്രൂ ഔട്ട് ദ കോഴ്സ്. അതുവഴി കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനും സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും കുട്ടികളെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും മോണിറ്റർ ചെയ്യാനും അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനും ടീച്ചേഴ്സിന് സാധിക്കുന്നു. And its purpose is to identify the areas where the students need further instruction and support. ഇനി എന്തൊക്കെ മേഖലകളിലാണ് സ്റ്റുഡൻറ്റിന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് സപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് ടീച്ചറിന് അസസ് ചെയ്യാൻ സാധിക്കുന്നു. The third one is summative assessment. Summative assessment is conducted at the end of the course. It is to evaluate students' overall language proficiency. The purpose is to measure the students' achievement and determine whether they have achieved the course's learning objectives. The purpose എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റുഡൻറ്റ് അച്ചീവ്മെന്റ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്.
Okay, and achievement, the course's learning objective. For example, ഈ 8th സ്റ്റാൻഡേർഡിലെ കുട്ടിക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു കെമിസ്ട്രിയിലായിക്കോട്ടെ ഫിസിക്സിലായിക്കോട്ടെ അവൻ കുറച്ച് കോൺസെപ്റ്റുകൾ അറ്റൈൻ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ പറഞ്ഞ സമ്മേറ്റീവ് ടെസ്റ്റ് വഴി സാധിക്കുന്നു. സോ ഇറ്റ് ഈസ് കണ്ടക്ടഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ കോഴ്സ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് പ്ലേസ്മെന്റ് അസസ്മെന്റ്. Placement assessment is conducted to determine students' appropriate level of language instruction. The purpose of placement assessment is to ensure that students are placed in classes appropriate for their current level of language proficiency. Placement assessment എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റുഡന്റ് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. Okay, placement assessment is conducted to determine the students' appropriate level of language instruction. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും പറഞ്ഞ പ്ലേസ്മെന്റ് അസസ്മെന്റ് ടെസ്റ്റും തമ്മിൽ നിങ്ങൾക്ക് തെറ്റരുത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിന്റെ ബിഗിനിങ്ങിലാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അതുവഴി കുട്ടി ബിഗിനർ ആണോ ഇന്റർമീഡിയറ്റ് ആണോ അതുപോലെ തന്നെ കുട്ടി അഡ്വാൻസ്ഡ് ലെവലിലാണോ അതിനനുസരിച്ച് ടീച്ചിങ് ലെവലിൽ മാറ്റങ്ങൾ വരുത്താൻ ടീച്ചറിന് സാധിക്കുന്നു. പക്ഷെ പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടോഫൽ, IELTS ഇതുപോലുള്ളതാണ്. ടു കണ്ടക്ട് ഡിറ്റർമിൻ ഇറ്റ് ഈസ് ടു കണ്ടക്ട് to determine students appropriate level of language instruction. ആ കുട്ടിയുടെ appropriate level of language instruction മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ current language proficiency അറിയാൻ സാധിക്കുന്നു. And next one is proficiency assessment. പ്രൊഫിഷ്യൻസി ടെസ്റ്റുകളാണ്. നമ്മുടെ IELTS ടെസ്റ്റ്, TOEFL ടെസ്റ്റ് ഇതെല്ലാം തന്നെ പ്രൊഫിഷ്യൻസി ടെസ്റ്റുകളാണ്. Proficiency assessment is conducted to measure students' overall language proficiency level. The proficiency of assessment is to determine students' ability to communicate effectively in English and use this information to decide on further language learning opportunities. പ്രൊഫിഷ്യൻസി അസസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് സ്റ്റുഡൻസിന്റെ ഓവറോൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ലെവലിനെ അസസ് ചെയ്യുന്നതാണ് പ്രൊഫിഷ്യൻസി അസസ്മെന്റ് ടെസ്റ്റ്. ഫോർ എക്സാമ്പിൾ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ഇതെല്ലാം തന്നെ അവിടെ കുട്ടിയുടെ അനലൈസ് ചെയ്യുന്നു. ദ പർപ്പസ് ഓഫ് പ്രൊഫിഷ്യൻസി അസസ്മെന്റ് ഈസ് ടു ഡിറ്റർമിൻ സ്റ്റുഡൻസ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. നല്ല പ്രൊഫിഷ്യൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. Okay, and here the English and use the information to decide the further language opportunities. ഇവിടുന്ന് മറ്റൊരു ഇംഗ്ലീഷ് കൺട്രിയിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജിൽ സംസാരിക്കാനും ലിസൺ ചെയ്യാനും സ്പീക്ക് ചെയ്യാനും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പ്രൊഫിഷ്യൻസിയെ ടെസ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ TOEFL, IELTS ഇതെല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. Then high stake assessment. High stake assessment is used to make important decisions about a student's future, such as university admission or employment. High stake assessment aims to determine whether a student has achieved a specific level of language proficiency required for a particular job or academic program. High stake assessment എന്ന് വെച്ചാൽ എന്താണ്? To make important decisions about students' future. ഒരു സ്റ്റുഡന്റിന്റെ ഫ്യൂച്ചറിനെ പറ്റി അസസ് ചെയ്യുന്നതാണ് ഹൈ സ്റ്റേക്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി അഡ്മിഷനോ എംപ്ലോയ്മെന്റിനോ വേണ്ടിയിട്ടൊക്കെ നടത്തുന്നതാണ് ഹൈ സ്റ്റേക്ക് അഡ്മിഷൻ ടെസ്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം ഈ പറയുന്നുണ്ട് ഉള്ള IELTS, TOEFL ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയ്മെന്റ് ഭാഗമായിട്ടാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രൊഫഷൻസി ടെസ്റ്റുകൾ പാസ്സാകുന്നത്. സോ അങ്ങനെയുള്ള പ്രൊഫഷൻസി ടെസ്റ്റുകളെ നമുക്ക് ഹൈ സ്റ്റേക്ക് അസസ്മെന്റ് ടെസ്റ്റിൽ ഉൾപ്പെടുത്താം. ഹൈ സ്റ്റേക്ക് അസസ്മെന്റ് ടെസ്റ്റ് എയിംസ് ടു ഡിറ്റർമിൻ വെദർ എ സ്റ്റുഡന്റ് ഹാസ് അച്ചീവ്ഡ് സ്പെസിഫിക് ലെവൽ ഓഫ് ലാംഗ്വേജ് പ്രൊഫഷൻസി റിക്വയർഡ് ഫോർ എ പർട്ടിക്കുലർ ജോബ് ഓർ ആൻ അക്കാഡമിക് പ്രോഗ്രാം. Then next is discuss the criteria of a good test in evaluating ELT. ELTയിൽ ഒരു ഗുഡ് ടെസ്റ്റ്, ഒരു നല്ലൊരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? എന്തൊക്കെ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ഒരു നല്ല ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും? A good test plays a crucial role in accurately measuring learners' language skills. A good test typically possesses the following criteria. ഒരു ഗുഡ് ടെസ്റ്റിന് എന്ന് പറയുന്നത്, ഒരു ഗുഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ലേണറിന്റെ ലാംഗ്വേജ് സ്കില്ലിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നതായിരിക്കും. അതിന് ഈ പറയുന്ന ക്രൈറ്റീരിയസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് വാലിഡിറ്റി, റിലയബിലിറ്റി, ഒത്തന്റിസിറ്റി, ഒബ്ജക്ടിവിറ്റി, പ്രാക്ടിക്കാലിറ്റി ആൻഡ് വാഷ് ബാക്ക്. ഓക്കെ, എന്തൊക്കെയാണ്? വാലിഡിറ്റി, റിലയബിലിറ്റി, authenticity, objectivity, practicality and wash back. First, validity.
Valid assessment provides a reliable and accurate reflection of a student's language proficiency or ability. Validity എന്ന് വെച്ചാൽ എന്താണ്? Assessment provides a reliable and accurate reflection of student language proficiency or ability. ഇപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എത്രമാത്രം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിക്ക് അനുസരിച്ചുള്ള ടെക്സ്റ്റ് കണ്ടക്ട് ചെയ്യുക. അതിന് പകരം ഒരു 8th 9th സ്റ്റാൻഡേർഡിലെ കുട്ടിയുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അളക്കുന്ന ടെസ്റ്റ് അവിടേക്ക് ഉപയോഗിക്കാതിരിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വാലിഡിറ്റി. ഒരു കുട്ടിയുടെ ആ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എബിലിറ്റി മനസ്സിലാക്കിയിട്ട് അത് ഏത് ലെവലിൽ എത്ര വരെ ലാംഗ്വേജ് എബിലിറ്റി ഉണ്ടാകാം അതിനനുസരിച്ചുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വാലിഡിറ്റി. സെക്കൻഡ് ഈസ് റിലയബിലിറ്റി. എ റിലയബിൾ അസസ്മെന്റ് produces similar scores for same student or group of student when take multiple times. However, certain factors like test factors, situational factors, and individual factors affect the reliability of the test. So, reliability എന്ന് വെച്ചാൽ എന്താണ്? Assessment produces similar scores for the same student or a group of students. ഇപ്പം ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ഒരു എസ്സേ എഴുതാൻ നിങ്ങൾക്ക് തന്നു. ഒരു എസ്സേ എഴുതാൻ തന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? വെളിയിലേക്ക് പോയി ഒരു അരമണിക്കൂറാണ് എസ്സേ ടൈം. ഞാൻ എന്ത് ചെയ്യുന്നു? തിരിച്ചു കയറി വരുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും വളരെ നന്നായിട്ട് എഴുതി വെച്ചിരിക്കും. ഞാൻ അത് വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും 10 out of 10. ആൻഡ് സെക്കൻഡ് ടൈം വീണ്ടും ഞാൻ എസ്സേ കണ്ടക്ട് ചെയ്യുന്നു, ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും ടൈം തരുന്നു, ഒരേ ടൈം തരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ നിൽക്കുന്നു, സ്ട്രിക്റ്റ് ആയിട്ട് വാല്യൂ ചെയ്യുന്നു. നിങ്ങളെ ആരെയും അനങ്ങാൻ സമ്മതിക്കുന്നില്ല. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 2 or 3 ഒക്കെ ആണെങ്കിൽ ആ ടെസ്റ്റിനെ റിലയബിൾ അല്ലെന്ന് പറയാം. കാരണം ഒരേ ടെസ്റ്റ് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ കണ്ടക്ട് ചെയ്താൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? അത് റിലയബിൾ ആണെങ്കിൽ ഒരേ മാർക്ക് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അതിന് റിലയബിലിറ്റി ഇല്ലെന്ന് പറയാം. However, certain factors like test factors, situational factors, and individual factors affect the reliability. For example, ചില കാരണങ്ങൾ കൊണ്ട് അതിൽ മാറ്റം ഉണ്ടാകും. For example, mental stress of the student, ഓക്കെ, ഫിസിക്കൽ ഡിസബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻറ്റ്. ചിലപ്പോൾ ആ ക്വസ്റ്റിന് എന്തെങ്കിലും ഇൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നന്നായി എഴുതാൻ പറ്റത്തില്ല. അതൊരു ഇൻഡിവിജ്വൽ ഫാക്ടറാണ്. സെക്കൻഡ്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. നമുക്കിപ്പം മെൻ്റലി ഭയങ്കര സ്ട്രെസ്സാണ്, അതുപോലെയല്ല ആദ്യത്തെ ടൈമിൽ ടീച്ചർ അരമണിക്കൂർ തരുന്നു, സെക്കൻഡ് ടൈമിൽ ടീച്ചർ ഒരു 10 minutes തരുന്നുള്ളെങ്കിലും അതും ആ മാർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ടെസ്റ്റ് ഫാക്ടേഴ്സ്. നമുക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ്? ഇൻസ്ട്രക്ഷൻ വേഗമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതും ഈ പറയുന്ന ടെസ്റ്റ് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യും. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട് ദ റിലയബിലിറ്റി ഓഫ് എ ടെസ്റ്റ്. ഓക്കെ, സോ റിലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു ടെസ്റ്റ് മൾട്ടിപ്പിൾ ടൈംസ് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ടൈം നമ്മൾ കണ്ടക്ട് ചെയ്താലും ഒരേ സ്കോറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് റിലയബിൾ എന്ന് പറയാം. Okay, പക്ഷേ there are some factors that affect the reliability of a test. It includes individual factors, situational factors, and test factors. Then authenticity. Authenticity, an assessment is considered objective when it is free from subjective or personal biases and evaluates students' performances based on specific criteria. Example, MCQ, objective questions. അല്ലേ? നമുക്കറിയാം ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ എനിക്ക് വാല്യൂ ചെയ്യാൻ തരുന്നു. ഞാൻ വാല്യൂ ചെയ്തിട്ട് അതിന് ഞാൻ 12 marks ഇടുന്നു. അതേ എസ്സേ ക്വസ്റ്റ്യനും അതേ ആൻസറും മറ്റൊരാൾക്ക് വാല്യൂ ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ചിലപ്പോൾ 10 marks ആയിരിക്കും ഇടുന്നത്. എങ്ങനെയാണ് ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ, ആ ആൻസറിന് ഒരു ടീച്ചർ എങ്ങനെ വാല്യൂ ചെയ്യുന്നു, ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും അതിന് മാർക്ക് വീഴുന്നത്. ദാറ്റ് ഈസ് കോൾഡ് question. പക്ഷെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പേഴ്സണൽ ബയസ്, ഫ്രീ ഫ്രം സബ്ജക്ടിവിറ്റി, ഫ്രീ ഫ്രം ഓൾ കൈൻഡ് ഓഫ് പേഴ്സണൽ ഒബ്സർവേഷൻസ്. സോ ഇതിൽ നിന്ന് ഒഴിഞ്ഞിട്ടുള്ളതാണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത് എന്താണോ സ്പെസിഫിക് ആൻസർ അതിന് മാർക്ക് വീഴുന്നത്. എക്സാമ്പിൾ ആണ് MCQ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. Then practicality. A practical test can be easily administered, scored, and interpreted promptly and cost-effectively. It should also be relevant to the goals and objectives of English language program and provides useful information about the test taker's language proficiency. ഒരു ടെസ്റ്റ് പ്രാക്ടിക്കബിൾ ആവുന്ന പ്രാക്ടിക്കൽ ആവുന്ന എപ്പോഴാണ്? ഇറ്റ് ക്യാൻ ബി ഈസിലി അഡ്മിനിസ്റ്റേർഡ്, സ്കോർഡ് ആൻഡ് ഇന്റർപ്രറ്റഡ് പ്രോംപ്റ്റ്ലി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്ലി. ഇല്ലേ? നമുക്ക് എനിക്കിപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളെ എല്ലാവരും കൊണ്ട്
നിങ്ങളുടെ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് എനിക്ക് അനലൈസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. എനിക്ക് കിട്ടിയിരിക്കുന്ന ടൈം എത്രയാണ്? 2 മണിക്കൂറാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 100 സ്റ്റുഡൻസിന്റെ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് അനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കബിൾ അല്ല. ഓക്കെ, സോ പ്രാക്ടിക്കാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഈസിലി അഡ്മിനിസ്ട്രേർഡ് ആയിരിക്കണം, അതുപോലെ സ്കോറിംഗ് കറക്റ്റ് ആയിരിക്കണം, അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് അറിയണം, കോസ്റ്റ് ഇഫക്റ്റീവ്ലി ആയിരിക്കണം. സോ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്നാലേ പ്രാക്ടിക്കാലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഷുഡ് ഓൾസോ ബി റെലവൻറ്റ് ടു ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോഗ്രാം ആൻഡ് പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ടെസ്റ്റ് ടേക്കേഴ്സ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ടേക്കേഴ്സിന്റെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനും കഴിയും. സോ ഇതെന്നൊക്കെ പറയുന്ന റെലവൻറ്റ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോഗ്രാം ഇല്ലേ. നമുക്ക് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് റെലവൻറ്റ് ഗോൾസ് ഉണ്ട്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, അതെല്ലാം തന്നെ നമുക്ക് ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഈസിലി അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കണം, ഈസിലി സ്കോർ ചെയ്യാൻ കഴിയണം, ഈസിലി ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയണം, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് കണ്ടക്ട് ചെയ്യാനും കഴിയണം. അങ്ങനെയുള്ള ടെസ്റ്റുകളെ നമ്മൾ പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ IELTS, TOEFL. Then washback. Washback refers to the test impact on learners and teaching methods. A good test should have a positive washback effect, motivating learners to improve their language skills and encouraging learners to improve their teaching methods. ഒരു നല്ല വാഷ്ബാക്ക് അല്ലെങ്കിൽ വാഷ്ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ടെസ്റ്റ് ഇമ്പാക്ട് ഓൺ ലേണേഴ്സ് ആൻഡ് ടീച്ചിങ് മെത്തേഡ്സ്. ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്തു, ഒരു സ്പീക്കിംഗ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. പക്ഷെ ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിന് ശേഷം 2 മാസത്തിന് ശേഷമാണ് ഞാൻ അതിൻ്റെ റിസൾട്ട് പറയുന്നതെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫീഡ്ബാക്ക് കൊണ്ട് ഒരു ഉപയോഗമില്ല. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു തീർന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അതിന്റെ എറേഴ്സ് റെക്ടിഫൈ ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് തരുന്നു എങ്കിൽ അതിന് എന്താന്ന് പറയാം? പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. സോ എ വാഷ്ബാക്ക് റെഫേഴ്സ് ടു ദ ടെസ്റ്റ് ഇമ്പാക്ട് ആൻഡ് ദ ലേണേഴ്സ് ടീച്ചിങ് മെത്തേഡ്സ് അല്ലെ. ലേണറിന്റെയും ടീച്ചിങ് മെത്തേഡിന്റെയും ഇമ്പാക്റ്റും ആ ടെസ്റ്റിനെ റെഫർ ചെയ്യുന്നതാണ്. ആ ടെസ്റ്റ് എങ്ങനെയാണോ ലേണറിനെയും അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡിനെയും ഇമ്പാക്ട് ചെയ്യുന്നത് അതിനെ റെഫർ ചെയ്യുന്നതാണ് വാഷ്ബാക്ക് എന്ന് പറയുന്നത്. സോ വാഷ്ബാക്ക് റെഫേഴ്സ് ടു ദ ടെസ്റ്റേഴ്സ് ഇമ്പാക്ട് ഓൺ ലേണേഴ്സ് ആൻഡ് ദ ടീച്ചിങ് മെത്തേഡ്സ്. സോ ടീച്ചറിന് പെട്ടെന്ന് മനസ്സിലാവുന്നു ഈ കുട്ടിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ആവശ്യമാണ്. അങ്ങനെ ടീച്ചർ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ സ്ട്രാറ്റജി മാറ്റി പഠിക്കുന്നു, ആ കുട്ടിക്ക് വിഷ്വൽ എൻഹാൻസ്മെന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഓഡിയോ മെത്തേഡ് വഴി കുട്ടിയെ പഠിപ്പിക്കുന്നു. ഓക്കെ, എ ഗുഡ് ടെസ്റ്റ് ഷുഡ് ഹാവ് പോസിറ്റീവ് ആൻഡ് ഹാവ് എ പോസിറ്റീവ് വാഷ്ബാക്ക് ഇഫക്ട്, മോട്ടിവേറ്റിംഗ് ലേണേഴ്സ് ടു ഇംപ്രൂവ് ദെയർ ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് എൻകറേജിംഗ് ടീച്ചേഴ്സ് ടു ഇംപ്രൂവ് ദെയർ ടീച്ചിങ് മെത്തേഡ്സ്. ഒരു ഗുഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാഷ്ബാക്ക് ആണ് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ഹെൽപ്പ് ദ ലേണേഴ്സ് ടു മോട്ടിവേറ്റ് ആൻഡ് ഇംപ്രൂവ് ദെയർ ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് എൻകറേജിംഗ് ടീച്ചേഴ്സ് ടു ഇംപ്രൂവ് ദെയർ ടീച്ചിങ് മെത്തേഡ്സ്. ഓക്കെ, കാരണം അവരുടെ ടീച്ചേഴ്സിന് ടീച്ചിങ് മെത്തേഡ്സ് ഇംപ്രൂവ് ചെയ്യാനും ലേണേഴ്സിന് അവരുടെ ആ പറയുന്ന എറേഴ്സിനെ റെക്ടിഫൈ ചെയ്യാനും അതുവഴി അവർക്ക് ഒരു പോസിറ്റീവ് വാഷ്ബാക്കും കിട്ടുന്നു. സോ നമുക്ക് ഈ വാഷ്ബാക്ക് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. 2 മാർക്സിന് നമുക്ക് മാക്സിമം ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാഷ്ബാക്ക്. Next is provide a brief account on the role of continuous assessment. Continuous assessment നെ കുറിച്ച് നമുക്ക് ചോദിക്കാം. 5 മാർക്സിന് ചോദിക്കാം. Continuous assessment is a process that involves regularly assessing a student's language skills and abilities throughout a course or a program. It is a more comprehensive and frequent way of evaluating students' progress and provides teachers with more detailed information about their students' language skills. Continuous program എന്ന് വെച്ചാൽ എന്താണ്? Continuous assessment എന്ന് വെച്ച് കഴിഞ്ഞാൽ it involves regularly assessing students' language skills and abilities throughout a course or a program. ഒരു കോഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിൽ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിയുടെ ലാംഗ്വേജ് സ്കിൽസിനെ ടെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നു, അസസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ മോർ comprehensive and frequent way of evaluating students' progress and provides teachers with more detailed information about their student language skills. ഇതുവഴി കുട്ടിയുടെ ലാംഗ്വേജിൽ പ്രോഗ്രസ് ഉണ്ടാക്കാനും ടീച്ചറിന് കൂടുതൽ ഇൻഫർമേഷൻ കുട്ടിയുടെ ലാംഗ്വേജ് പ്രോഗ്രസിനെ അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസിനെയും കുറിച്ച് കിട്ടാനും കാരണമാകും. Continuous assessment in ELT can take various forms including quizzes, tests, homework, classroom participation, project and presentation. So through quizzes, tests, homework, classroom participation, project and presentation we can improve the language skills of students, and these works are under the category of continuous assessment.
Some of its benefits are it provides teachers with ongoing feedback about their students' progress. സ്റ്റുഡൻസിന്റെ പ്രോഗ്രസിനെ പറ്റി ടീച്ചേഴ്സിന് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നു. It allows students to receive regular feedback on their language skills, which can help them to improve their abilities. ഇപ്പം അവർക്ക് റെഗുലർ ഫീഡ്ബാക്ക് കൊടുക്കുന്ന വഴി അവർക്ക് അവരുടെ എബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാനും പറ്റുന്നു, അവർ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനും പറ്റുന്നു. ഇറ്റ് ഹെൽപ്പ് ടീച്ചേഴ്സ് ടു ഐഡന്റിഫൈ ആൻഡ് അഡ്രസ് ലേണിംഗ് ഗ്യാപ്സ് ബിഫോർ ദേ ബിക്കം മോർ സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലംസ്. അവരുടെയൊക്കെ ലേണിംഗ് ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും അത് വലിയൊരു പ്രോബ്ലം ആകുന്നതിന് മുമ്പ് ചില കുട്ടികൾ അവരുടെ എറേഴ്സ് മാറ്റി പറയാതെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ അതൊരു പ്രോബ്ലം ആകുന്നതിന് മുമ്പ് അതിനെ മാറ്റാനും ഈ പറയുന്ന ടീച്ചേഴ്സിന് കണ്ടിന്യൂസ് അസസ്മെന്റ് പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നു. ഓക്കെ, 1 സെക്കൻഡ്, ഞാൻ ഇപ്പോൾ വരാവേ. മിസ് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയല്ലേ? ആണോ? അതിനകത്ത് ഇങ്ങനെ വോയിസ് കാണിച്ചപ്പോ ഞാൻ വെച്ച് ഇന്നലത്തെ കൂട്ടി നീ പോയോന്ന്. Next is external assessment or in ELT. External assessment is a type of assessment conducted by independent organizations or bodies that are not qualified with educational institutions and is used to evaluate students' language proficiency. It objectively evaluates a student's language proficiency and can help identify areas of weakness and need improvement. By analyzing the result of external assessments, educators can identify patterns and trends in students' performance, which can inform changes to teaching methods, curriculum, or other aspects of the program. Major external assessments of ELT are TOEFL, IELTS. ആൻഡ് കേംബ്രിഡ്ജ് ക്വാളിഫിക്കേഷൻസ്. ഓക്കെ, അന്നേരം എന്തൊക്കെയാണ് എക്സ്റ്റേണൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ ടൈപ്പ് ഓഫ് അസസ്മെന്റ് കണ്ടക്റ്റഡ് ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ. നമുക്കറിയാം എന്താണ് IELTS കണ്ടക്ട് ചെയ്യുന്ന വേറെ ഓർഗനൈസേഷൻസ് ആണ്, അതുപോലെ ടോഫിൽ കണ്ടക്ട് ചെയ്യുന്ന വേറെ ഓർഗനൈസേഷൻസ്. അതെല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പുറത്തുള്ളവയാണ്. അവ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുവഴി ഇപ്പം ഒരു കോളേജ് പഠിക്കുന്ന, ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 5 to 6 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 10 to 20 സ്റ്റുഡൻസിന് IELTS പാസ്സായെങ്കിൽ അവർക്ക് എന്താണ് പറയാൻ കഴിയുന്നത്? ഞങ്ങളുടെ കോളേജിൽ നല്ല ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയാണ് കുട്ടികൾ കീപ്പ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ക്ലാസ്സിൽ 75 സ്റ്റുഡൻസ് ഉണ്ട്, ആ 75 സ്റ്റുഡൻസിനും IELTS പാസ്സാകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടുന്നു? ഒരു ഫീഡ്ബാക്ക് കിട്ടുകയാണ്, നമുക്ക് എന്ത് ചെയ്യണം? ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ക്ലാസ്സിൽ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യണം. Okay, that's why both the institution and the students got feedback. By analyzing the result of external assessment, educators can identify patterns and trends in current performance, which can inform changes to teaching methods, curriculum, and other aspects of the program. സോ ഇത് അനലൈസ് ചെയ്യുന്ന വഴി ഒരു എക്സ്റ്റേണൽ അസസ്മെന്റ് കിട്ടിയാണ് എഡ്യൂക്കേറ്റേഴ്സിന് അവരുടെ പാറ്റേൺ ചേഞ്ച് ചെയ്യണോ, അതിലേക്ക് സ്റ്റുഡൻസിന്റെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കണം, അതുപോലെ ടീച്ചിങ് മെത്തേഡ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കണം, ഇങ്ങനെയുള്ളതിനെ പറ്റി അവർക്കൊരു ഐഡിയ കിട്ടുകയാണ്. മേജർ എക്സ്റ്റേണൽ അസസ്മെന്റ് ഓഫ് ELT ആർ TOEFL, that is Test of English as a Foreign Language, and IELTS, International English Language Testing System. So TOEFL is a widely recognized English language proficiency test which is accepted by universities, employers, and immigration authorities around the world. The test consists of 4 sections: reading, listening, speaking, and writing. Each section is scored on the scale of 0 to 30 with a total possible score of 120. The test is administered by Educational Testing Service in the United States.
ടോഫൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അത് നമുക്ക് യൂണിവേഴ്സിറ്റീസിനും അതുപോലെ എംപ്ലോയ്മെന്റിനും ഇമിഗ്രേഷനും ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ് ടോഫൽ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 4 സെക്ഷനിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് അതിനെയൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത്. ഇതിന്റെ സ്കോർ ലെവലിൽ വരുമ്പോഴത്തേക്ക് 0 to 30 വരെയാണ് ഇതിന്റെ സ്കോർ ലെവലിൽ വരുന്നത്. പോസിബിൾ സ്കോർ എന്ന് പറയുന്നത് വിത്ത് ടോട്ടൽ പോസിബിൾ സ്കോർ. ഇപ്പൊ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആ 4 ലെവൽസ് അനലൈസ് ചെയ്യുന്നുണ്ട്. അന്നേരം ഓരോന്നിനും 30 മാർക്സ് വീതം. ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 120 ആണ്. സോ ആ ഒരു ലെവലിലാണ് മാർക്ക് വരുന്നത്. The test is administered by Educational Testing Service (ETS) in United States. Then IELTS. IELTS is another widely recognized English language proficiency test which is accepted by universities, employers and immigration authorities around the world, just as in the case of TOEFL. The test measures 4 language skills just like IELTS, that is reading, writing, listening and speaking. IELTS is scored on the scale of 1 to 9 with 9 being the highest possible score. ഓക്കെ, നമുക്ക് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് 1 to 9 വരെയുള്ളതാണ് സ്കോറിലേക്ക് എടുക്കുന്നത്. 9 ആണ് അതിൻ്റെ ഹയസ്റ്റ് പോസിബിൾ സ്കോർ. മറ്റേത് വരുമ്പോൾ 0 to 30 വരെയാണ് അതിൻ്റെ പോസിബിൾ സ്കോർ എടുക്കുന്നത്. ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 120 ആണ്. The British Council, IDP Education and Cambridge Bay Assessment English administer the test. ബ്രിട്ടീഷ് കൗൺസിലും അതുപോലെ തന്നെ IDPയും അതുപോലെ തന്നെ കേംബ്രിഡ്ജ് അസസ്മെന്റ് ഓഫ് ഇംഗ്ലീഷും ഇവരൊക്കെ തന്നെയാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അന്നേരം ആരാണ്, ഏത് ഏജൻസിയാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് മസ്റ്റായിട്ട് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ സ്കോറിങ്ങും മസ്റ്റായിട്ട് നോക്കിയിരിക്കുക. Then Cambridge English Qualifications. It is a series of examinations that assess students' language proficiency at various levels, from beginner to advanced. The exams are designed to test all language skills including reading, writing, listening and speaking. Cambridge Assessment Test എന്ന് പറയുന്നത് സീരീസ് ഓഫ് ടെസ്റ്റുകളാണ് വരുന്നത്. നമ്മുടെ ബിഗിനർ ടു അഡ്വാൻസ്ഡ് ലെവലിലെ പ്രൊഫഷൻസി ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ലാംഗ്വേജ് സ്കിൽസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്: റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് 1-2 വട്ടം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കണ്ടന്റ് മാത്രം മതി. നമുക്ക് എക്സാമിന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇന്റേണൽ അസസ്മെന്റ് ടെസ്റ്റ്, എക്സ്റ്റേണൽ അസസ്മെന്റ് ടെസ്റ്റ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് അസസ്മെന്റ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നു. ഞാൻ അടുത്ത നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് ടെസ്റ്റ്. Describe various types of tests. There are different types of tests used in ELT. Some of them are multiple choice test, descriptive test, true or false test, placement test, diagnostic test, progress test, achievement test, proficiency test. സോ ഇത്രയും ടെസ്റ്റുകളാണ് നമുക്ക് ടൈപ്പ് ഓഫ് ടെസ്റ്റിൽ പഠിക്കേണ്ടത്. അന്നേരം ഫസ്റ്റ് ഇത് നമുക്ക് 1-2 വട്ടം വായിച്ചാൽ മതി, നമുക്ക് പിടികിട്ടും. Then the multiple choice test. This test consists of questions followed by several options with only one being the correct answer. It is useful for assessing a broad range of topics. It is an efficient tool for evaluating large group of students. ഇല്ലേ? സോ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വരും സെവറൽ ഓപ്ഷൻസ് കാണാം. ആ ഓപ്ഷനിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ അകത്ത് ബ്രോഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സഹായിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലാണ്. അതുകൊണ്ട് തന്നെയാണ് PSC എക്സാംസ്, CGL എക്സാംസ് ഇതിനെല്ലാം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യും. അന്നേരം ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് സഹായിക്കുന്നത്. Then descriptive test. These tests require the test taker to write a response to a prompt or questions, demonstrating their understanding of a topic. They often evaluate higher level thinking skills such as critical thinking, analysis and synthesis. So descriptive test എന്ന് വെച്ചാൽ എന്താണ്? It require the test taker to write a response to a prompt or question. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്നു, അല്ലെങ്കിൽ ഒരു ഐഡിയ തരുന്നു, ഒരു സജഷൻ തരുന്നു, അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറയുന്നു. ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യാം, അത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്. നമ്മുടെ ഒരു ഒപ്പീനിയൻ ചെയ്യുന്നത് അത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്. സോ ഹിയർ വി ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ടോപ്പിക്. ദേ ഓഫൻ ഇവാലുവേറ്റ് ദ ഹയർ ലെവൽ തിങ്കിങ്, ക്രിട്ടിക്കൽ അനാലിസിസ്, സിന്തസിസ് ആൻഡ് അവർ ഓൺ ഒപ്പീനിയൻസ് റിഗാർഡിങ് ദിസ്. ഓക്കെ, അതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ വരുന്ന എക്സാമ്പിൾ എസ്സേസ്. Then true or false questions or test. These tests require a test taker to determine whether a student is true or false.
They are often used to evaluate basic knowledge and understanding of a subject. ഒരു സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു ഷോർട്ട് ടോപ്പിക് ആയിരിക്കും. ആ ഷോർട്ട് ടോപ്പിക്കിലെ ഉള്ള ബേസിക് നോളജിനെ അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നതാണ് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ്. Then placement test. Placement tests are used to determine students' level of proficiency in language. പ്രൊഫഷൻസി ഇൻ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്നതാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമുക്കറിയാം എന്താണ്, സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് വീക്ക്നെസ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആർ യൂസ് ടു ഐഡന്റിഫൈ സ്പെസിഫിക് ഏരിയാസ് ഓഫ് വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡൻസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. Then progress test. Progress test is used to assess students' progress over a specific period. ഇപ്പം നമ്മൾ പറയത്തില്ലേ 2023 +2 റിസൾട്ട് വന്നു, പ്രോഗ്രസ് ടെസ്റ്റ് ആണ്, പ്രോഗ്രസ് കാർഡ് അല്ലേ, അതങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മിഡ് ടേം എക്സാം അതും പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ഓക്കെ, പ്രോഗ്രസ് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു 6 monthsന്റെ ഇടയിൽ കുട്ടി എന്താണ് അച്ചീവ് ചെയ്ത്. Then achievement test. Achievement tests are used to assess students' mastery of a specific set of skills or knowledge. These tests are given at the end of the course to measure a student's achievement. ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റുഡന്റ് മാസ്റ്ററി ഓഫ് എ സ്പെസിഫിക് സെറ്റ് ഓഫ് നോളജ് ഓർ സ്കിൽ, നമ്മുടെ നോളജും സ്കില്ലും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഓക്കെ, ഒരു കോഴ്സിന്റെ എൻഡിലാണ് സാധാരണ അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ 10th എക്സാം, +2 എക്സാം, ഇതെല്ലാം തന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റുകളാണ്. Then proficiency test. Proficiency tests are used to assess a student's overall language proficiency. Example TOEFL, IELTS. Okay, IELTS and TOEFL proficiency test ne examples are. Explain different tools of evaluation. Evaluation tools are essential to assess students' language proficiency. Some of the commonly used evaluation tools in ELT are rubrics, self-assessment, peer evaluation, observation, portfolios. Okay, എന്താണ് rubrics? Rubrics are a scoring tool used to evaluate a student's performance. They provide clear guidelines for grading and feedback, making it easier for teachers to evaluate a student's work. Rubrics എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്കോറിംഗ് ടൂളാണ്. ഇറ്റ് ഈസ് യൂസ് ടു ഇവാലുവേറ്റ് സ്റ്റുഡൻസ് പെർഫോമൻസ്. സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ് rubrics. Okay, they provide clear guidelines for grading and feedback. നമുക്ക് ഗ്രേഡിംഗ് നടത്താനുള്ള ഗൈഡ് ലൈൻസ് തരുന്നു, നമുക്ക് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ഈസിയർ ഫോർ ടീച്ചേഴ്സ് ടു ഇവാലുവേറ്റ് എ സ്റ്റുഡൻസ് വർക്ക്. ഒരു സ്റ്റുഡൻറ്റ് വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യാനും ടീച്ചർക്ക് കഴിയുന്നു. സോ rubrics is a scoring tool used to evaluate students' performance, and they provide clear guidelines for grading and feedback, making it easier for the teachers to evaluate a student work. Okay, scoring tool ആണ് rubrics എന്നുള്ളത് ഓർത്തിരിക്കുക. ഗ്രേഡിങ്ങിനും ഫീഡ്ബാക്കിനും ഒക്കെ നമ്മുടെ ടീച്ചേഴ്സിനെ സഹായിക്കുന്ന സ്കോറിംഗ് ടൂളാണ് rubrics. Then self-assessment. This tool helps students identify their strengths and weakness, which can be used to create an effective learning plan. സെൽഫ് അസസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റുഡൻസിന് അവരുടെ സ്ട്രെങ്സും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടൂളാണ് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് ആൻ ഇഫക്റ്റീവ് ലേണിംഗ് പ്ലാൻ. ഫോർ എക്സാമ്പിൾ യൂണിറ്റ് ടെസ്റ്റ്, ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിന്റെ പേപ്പർ വന്നു കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് മനസ്സിലാവും എനിക്ക് എവിടേക്കാണ് വീക്ക്നെസ്, ഞാൻ എവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇനി എന്താണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. കുട്ടി സ്വയം അന്വേഷിക്കുന്നു. അന്നേരം കുട്ടി വിചാരിക്കും ഞാൻ ഇതിനൊന്ന് ട്യൂഷന് പോയാൽ കൊള്ളാം, എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടി വിചാരിക്കണേ എൻ്റെ അപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് അതിൻ്റെ അകത്ത് നല്ല മാർക്കുണ്ട്, അന്നേരം ആ കൊച്ചിനോട് ചോദിച്ച് പഠിക്കാം. ഇങ്ങനെയുള്ള സെൽഫ് അസസ്മെന്റ് മെത്തേഡിലേക്ക് കുട്ടി പോവുകയും ഇഫക്റ്റീവ് ലേണിംഗ് പ്ലാനും സ്ട്രാറ്റജിയും കുട്ടി ഡെവലപ്പ് ചെയ്യുന്നു. സോ സെൽഫ് അസസ്മെന്റ് ഈസ് ആൻ ഇഫക്റ്റീവ് ടൂൾ. Then next is peer evaluation. Peer evaluation. Peer evaluation is a tool used to help students evaluate their classmates' language proficiency. Classmates in the language proficiency evaluate ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് peer evaluation. ഫോർ എക്സാമ്പിൾ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറയാണ്, നമ്മുടെ ഫസ്റ്റ് ഡേ ക്ലാസ് ഒക്കെ നിങ്ങളൊന്ന് കുട്ടിക്കാലത്തെ ഒന്ന് ആലോചിച്ച് നോക്കി. അന്നേരത്തേക്ക് ടീച്ചർ പറയുന്നത് നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ വന്നിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നു. അന്നേരം ചില കുട്ടികൾ വന്നിട്ട് വളരെ
മീഗറായിട്ട് അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റുന്നില്ല ഇംഗ്ലീഷിൽ, അവരെന്ത് ചെയ്യുന്നു, വളരെ കാമായിട്ട് ക്വയറ്റായിട്ട് കുറച്ച് വേർഡ്സ് പറഞ്ഞിട്ട് പോകും. പക്ഷെ ചില ആൾക്കാർ വന്നിട്ട് ഭയങ്കര ബൊംബാസ്റ്റിക് ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മൾ പറയും, കൂടെ ഇരിക്കുന്ന പിള്ളേർ തന്നെ പറയും, നോക്ക് അവനിക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും, ജോലി ഉടനെയൊക്കെ തന്നെ കിട്ടും, അവനിക്ക് നല്ല ലാംഗ്വേജ്, അവൻ്റെ ഇംഗ്ലീഷ് കണ്ടില്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. സോ അതെന്ന് വെച്ചാൽ എന്താ, നമ്മൾ അറിയാതെ ചെയ്യുന്ന എന്താണ്, പിയർ ഇവാലുവേഷൻ. അവർ മറ്റൊരു വ്യക്തിയുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. So through peer evaluation is also a tool used to help students to evaluate other students' language proficiency. This tool promotes the collaboration and peer learning as students learn from each other's strengths and weaknesses. Then next is observation. This tool gives students, teachers insights into students' ability to communicate effectively in real life situation. ഇല്ലേ, ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ ടീച്ചേഴ്സ് വാച്ച് ചെയ്യാണ്, അവരുടെ ഇടപെടൽ എങ്ങനെയാണ്, അവരുടെ സ്കിൽസ് എന്തൊക്കെയാണ്, അവരുടെ ലാംഗ്വേജ് എങ്ങനെയാണ്, അങ്ങനെ ടീച്ചർ ഒബ്സർവ് ചെയ്ത് കിട്ടുന്ന ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഈ പറയുന്ന ഒബ്സർവേഷൻ ടൂളിൽ ഉൾപ്പെടുത്തുന്നത്. സോ ദിസ് ടൂൾ ഗിവ്സ് ടീച്ചേഴ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു സ്റ്റുഡൻസ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ. Then portfolios. Portfolios are a collection of students' work over a specific period. This tool provides teachers a comprehensive view of a student's language proficiency and progress. Portfolios എന്ന് പറയുന്നത് ഏതാണ്, കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്കിനെയാണ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. ഞാനിപ്പം 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി ചെയ്തിട്ടുള്ള അവൻ്റെ അസൈൻമെൻറ്റുകൾ, പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ അവൻ്റെ ലാബ് വർക്കുകൾ, അതുപോലെ തന്നെ അവൻ്റെ യൂണിറ്റ് ടെസ്റ്റിലെ മാർക്ക്, അവൻ ചെയ്തിട്ടുള്ള മറ്റ് പ്രോജക്റ്റുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു സ്പെസിഫിക് പീരീഡിൽ അവൻ്റെ വർക്ക് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് എ പോർട്ട്ഫോളിയോ. ഓക്കെ, അതായത് 2023-2024 ഇയറിൽ ആ കുട്ടി നടത്തിയ പ്രോഗ്രസ് വർക്കുകളുടെ എല്ലാം ഒരു ശേഖരം. So it is a collection of students' work over a specific period. This tool provides teachers a comprehensive view on the view of the students' language proficiency and progress. സോ അത് ഇത്രയും മനസ്സിലാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിഫറെൻറ്റ് ടൂൾസ് എന്ന് പറയുമ്പോൾ റുബ്രിക്സ്, സെൽഫ് അസസ്മെൻറ്റ്, പിയർ ഇവാലുവേഷൻ, ഒബ്സർവേഷൻ, പോർട്ട്ഫോളിയോസ്. അത് ഈ പോർട്ട്ഫോളിയോസ് 2 മാർക്സിന് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കാം, റുബ്രിക്സും ചോദിക്കാം. സോ അതെല്ലാം തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തും പഠിക്കുക. What are the key elements of a well-designed question paper for ELT and why is it important to use authentic materials? Give examples of effective question types of ELT question papers. So ELTയിലെ നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്യേണ്ടത്, ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ഉണ്ടാകുന്ന കീ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഓക്കെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസും ചോദിച്ചിട്ടുണ്ട്. A well-designed question paper enables teachers to assess the language skill of their students and provide appropriate feedback to help them improve their abilities. Here are some key components of a well-designed question paper. Here are some key components of a well-designed question paper for ELT and some examples of effective question types. The first is determine the learning objectives. Second is consider the format. Third, use authentic materials. Fourth, provide clear instructions. Okay, there എന്തൊക്കെയാണ്? ഫസ്റ്റ് ഡിറ്റർമിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു 3rd സ്റ്റാൻഡേർഡിലെ കുട്ടിക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണ്, 3rd സ്റ്റാൻഡേർഡിലെ കുട്ടി എന്തൊക്കെ വൊക്കാബുലറീസ് അച്ചീവ് ചെയ്യണം, എന്തൊക്കെ ഗ്രാമർ റൂൾസ് ആണ് കുട്ടി പഠിച്ചിരിക്കേണ്ടത്, എന്തൊക്കെ ഫ്രേസസ് ആണ് കുട്ടി മനസ്സിലാക്കിയിരിക്കേണ്ടത്, സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെ കുട്ടി എഴുതണം. സോ അതിനനുസരിച്ചിട്ടുള്ള ഗ്രാമർ റൂൾസും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അതുപോലെ തന്നെ മിസ്സിങ് ആൻഡ് മാച്ചിങ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സും ഇതൊക്കെ ഞാൻ കുട്ടിക്ക് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയണം. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഇടുന്നതിന് മുമ്പ് നമുക്ക് എന്തുകൊണ്ടായിരിക്കണം, ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, ലിസ്റ്റ് ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ കരുതിയിരിക്കുക. അന്നേരം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാംഗ്വേജ് ഒരു ക്ലാസ്സിലാണ് ഞാൻ ഇത് കണ്ടക്ട് ചെയ്യുന്നത്, എനിക്ക് കുട്ടിയുടെ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് അനലൈസ് ചെയ്യണമെങ്കിൽ ഓരോന്നിനും പ്രത്യേകം ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കണം. The first step in designing an effective question paper is to determine course learning objectives. This includes identifying language skills students are expected to acquire, such as reading, writing, speaking, and listening. Based on these learning objectives, teacher can design questions assessing students' progress in each area.
ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ലിസണിങ്ങിന് എനിക്ക് 2 മാർക്സിനുള്ളതാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. സ്പീക്കിങ്ങിന് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതണം. അതുപോലെ റീഡിങ്ങിന് ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ ഓരോന്നും വേർതിരിച്ച് ഞാൻ എന്ത് ചെയ്യുന്ന ഫോർമാറ്റ് ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കണം. ഇനി അടുത്ത് കൺസിഡർ എ ഫോർമാറ്റ്. This includes deciding on number of sections, type of questions, and the test duration. Some common formats for ELT question papers include multiple choice questions, short answer questions, essays, and oral tests. സോ നമ്മളൊരു ഫോർമാറ്റ് കൺസിഡർ ചെയ്യാണ്. ഇപ്പം 3rd സ്റ്റാൻഡേർഡിലെ കുട്ടിക്ക് എനിക്ക് ഒരിക്കലും ഫോർമാറ്റ് കൊടുക്കാൻ സാധിക്കില്ല. എന്താണ് മാക്സിമം കൊടുക്കാൻ സാധിക്കുന്ന 1 or 2 സെന്റൻസിൽ എഴുതേണ്ട ആൻസേഴ്സ് വരെ കൊടുക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ ഒരു 9th സ്റ്റാൻഡേർഡിലെ കുട്ടിക്കാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും? അത് എസ്സേസ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, ദെൻ എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ഡിവിഷൻസിലേക്ക് ഞാൻ വരുന്നു. സോ അന്നേരം നമ്മളുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കുന്നു, ദെൻ ഫോർമാറ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നു. Then use authentic materials. This means using materials that reflect real world language use, such as newspaper articles, videos, podcasts. Authentic materials help students develop their language skills and more practical and realistic context. For example, ഞാനിപ്പം അവരുടെ ഒരു കോൺവെർസേഷൻ എഴുതാൻ പറയുകയാണ്. നമുക്ക് അറിയാം, ഡയലോഗ്സ് എഴുതാനും കോൺവെർസേഷൻസ് എഴുതാനും മിക്കവാറും എല്ലാ ഇംഗ്ലീഷ് എക്സാമിൻ്റെ എൻട്രിലും കൊടുക്കാറുണ്ട്. ഓക്കെ, അന്നേരം 15 to 20 കോൺവെർസേഷൻസ് വരുന്ന ഒരു ഡയലോഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ അവർക്ക് കോണ്ടെക്സ്റ്റ് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ ഒരുപാട് നാൾ കൂടിയിരുന്ന് നിങ്ങളുടെ ഒരു പഴയ ഫ്രണ്ട് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങൾ വിവരിച്ച് എഴുതുക, കോൺവെർസേഷൻസ് എഴുതുക. അതെന്ന് പറയുന്ന റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണ്. പക്ഷെ ഞാൻ പറയുകയാണ്, നിങ്ങൾ മാഴ്സിൽ പോയപ്പോൾ ഒരു ഏലിയനെ മീറ്റ് ചെയ്തു, ഇമാജിൻ ചെയ്ത് എഴുതുക. അങ്ങനെ എഴുതുന്നത് ഒത്തന്റിക് മെറ്റീരിയൽ അല്ല. കുട്ടികൾക്ക് എപ്പോഴും റിയൽ ലൈഫ് സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. Then provide clear instructions. When designing a question paper, it is crucial to provide clear instructions to students. Instructions should be written in simple language and should include examples to help students understand it. Examples of effective questions are multiple choice questions, short answer questions, essay questions, and oral questions. Okay, നമുക്കറിയാം, നമ്മൾ PSC ക്വസ്റ്റ്യൻ എക്സാമിനൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ആ എക്സാം പേപ്പറിന്റെ പുറത്ത് അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ ആൻസർ ഷീറ്റിലും വ്യക്തമായിട്ട് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ടാകും ഇല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ആ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ കൊടുത്തിരിക്കണം. Okay, effective questions are multiple choice questions, short answer questions, essay questions, oral test. ഇതെല്ലാം തന്നെ effective questionsന് examples ആണ്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻസിന്റെ 3 key components are determine the learning objectives, considering the format, use authentic language materials, provide clear instructions. And examples varuneyana essay questions, oral questions, short answer questions, and multiple choice questions. Then difference between summative test and formative test. For summative tests are typically used at the end of the course or a unit of study to evaluate students' language learning and assessing grades or marks. They are designed to measure students' overall knowledge, skills, and understandings of materials covered during the course. Summative tests can take different forms, such as final exams, standardized tests, or performance assessments. They are usually high-stake assessments and significantly impact students' academic progress and achievement. So, summative test എന്ന് വെച്ചാൽ എന്താണ്? Typically used at the end of the program. ഒരു എൻഡ് ഓഫ് ദ കോഴ്സിൽ നടത്തുന്നതാണ്, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ പ്രോഗ്രാമിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് സമ്മേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഓവറോൾ നോളജ്, സ്കില്ല്, ലാംഗ്വേജ് ഇതിനെയൊക്കെയാണ് അസസ് ചെയ്യുന്നത്. സമ്മേറ്റീവ് ടെസ്റ്റ് നമ്മൾ പല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നു. ഫൈനൽ എക്സാമിൽ, അതുപോലെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആയിട്ട്, പെർഫോമൻസ് അസസ്മെൻറ്റ് ടെസ്റ്റ് ആയിട്ടൊക്കെ തന്നെ നമ്മൾ സമ്മേറ്റീവ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. They are usually high-stake assessment and significantly impact students' academic progress and achievement. ഇതെന്ന് പറയുന്നത് high-stake assessment test ആണ്. എന്താണ് high-stake assessment എന്ന് വെച്ചാൽ നമ്മുടെ
ലാംഗ്വേജ് പ്രൊഫഷൻസിയുടെ ഇൻഡെപ്തിലുള്ള അണ്ടർസ്റ്റാൻഡ്മെന്റ് അത് അസസ്മെന്റ് ഇതാണ് അവിടെ നടക്കുന്നത്. Okay, it also analyzes or it gives impact in students' academic progress and achievement. Formative tests, on the other hand, are designed to provide ongoing feedback on students' learning and guide their future learning. They are usually administered throughout the course or unit and focus on specific skills or content areas. Formative tests can take different forms as quizzes, homework, assignment, or class discussions. They are low-stake assessment and are not used for grading purpose. Formative test എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ ഹാൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓൺഗോയിങ് ഫീഡ്ബാക്ക് ഇല്ല, സ്റ്റുഡൻസിന്റെ ലേണിംഗ് ഗൈഡ് ഓഫ് ഫ്യൂച്ചർ ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന കണ്ടിന്യൂസ് ഫീഡ്ബാക്കിനെയാണ് ഫോർമേറ്റീവ് ടെസ്റ്റിൽ പറയുന്നത്. അവർ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നമ്മൾ ഫോർ എക്സാമ്പിൾ ക്ലാസ്സിൽ ഡിക്റ്റേഷൻ നടത്തിയിട്ട് അപ്പം തന്നെ അവരുടെ മാർക്ക് പറയുകയാണെങ്കിൽ ഫോർമേറ്റീവ് ടെസ്റ്റാണ്. ക്വിസ് കണ്ടക്ട് ചെയ്യുന്നു, അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് പറയുന്നത് ഫോർമേറ്റീവ് ടെസ്റ്റാണ്. അതുപോലെ തന്നെ ക്ലാസ്സിൽ ഓറൽ പ്രൊഫഷൻസി ടെസ്റ്റ് നടത്തുന്നു, അതിൻ്റെ ടെസ്റ്റ് അപ്പോഴേ പറയുമെങ്കിൽ ഫോർമേറ്റീവ് ടെസ്റ്റാണ്. ദേ ആർ യൂഷ്വലി അഡ്മിനിസ്ട്രേഡ് ത്രൂ ഔട്ട് ദ കോഴ്സ് ഓർ യൂണിറ്റ് ആൻഡ് ഫോക്കസ് ഓൺ ദ സ്പെസിഫിക് സ്കിൽ ഓർ കണ്ടന്റ് ഏരിയ. Formative tests can take different forms such as quiz, homework assignment, classroom discussions, etc. They are low-stake assessments and they are not used for grading purpose. ഇത് ഗ്രേഡിംഗ് പർപ്പസിന് ഉപയോഗിക്കത്തില്ല. ഫോർമേറ്റീവ് അസസ്മെന്റ് ടെസ്റ്റ് ഗ്രേഡിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നില്ല. ഗ്രേഡിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് ടെസ്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ഹൈ സ്റ്റേക്ക് അസസ്മെന്റ് ടെസ്റ്റ്. ഫോർമേറ്റീവ് ടെസ്റ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഗ്രേഡിംഗ് പർപ്പസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓൺഗോയിങ് ഫീഡ്ബാക്ക് ഓഫ് ദ സ്റ്റുഡൻസ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ലോ സ്റ്റേക്ക് അസസ്മെന്റ് ടെസ്റ്റ്. സോ ഇന്ന് ക്ലാസ്സിന് എന്തെങ്കിലും സംശയമുണ്ടോ?